ഈ നടി എല്ലാവർക്കും അറിയാലോ, ഐശ്വര്യ ചന്ദ്രൻ അത് തന്നെ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരിയാണ് ഇപ്പോൾ ഇവിടുത്തെ വിവാദം. പുള്ളിക്കാരിയും നമ്മുടെ തെസ്നി ചേച്ചിയും. എന്താ തെസ്നി ചേച്ചിയുടെ അഭിപ്രായമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അതായത് മുഖ്യമന്ത്രി ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് പോയാണ്. അവിടെ നമ്മുടെ വി ഡി സതീശനും വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന തെസ്നിയും പോട്ടെ ഐശ്വര്യയും വന്നിട്ടുണ്ടായിരുന്നു. അവിടെ പുള്ളിയുടെ ഡ്രസ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ സാധാരണ എല്ലാ വീഡിയോയ്ക്കും ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഈ റിയാലിറ്റി ഷോയിലും അതുപോലെ തന്നെ ഈ പബ്ലിക്കായിട്ട് നിൽക്കുന്നതും ഒക്കെ ആയിട്ടുള്ളതിലൊക്കെ എന്താ പറയണ്ടേ, കുറച്ചെന്ന് വെച്ചാൽ പബ്ലിക്കായിട്ടെന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളും ക്യാമറയൊക്കെ വരുന്ന സമയത്ത് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിന്നാൽ അത്രയും നല്ലതെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഇഷ്ടമുള്ള ഡ്രസ്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധരിക്കുകയൊക്കെ ചെയ്യാം. കാരണം വേറെ അല്ല, ഈ റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ ബിഗ് ബോസ് സീസൺ 6 സമയത്താണ് ഒരു വ്യക്തി ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനോട് എനിക്ക് വലിയ യോജിപ്പോ കാര്യങ്ങളോ, കാരണം വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മളിരുന്ന് കാണുമ്പോൾ നമുക്കൊരു ചമ്മൽ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള രീതിയിൽ ഇപ്പം തന്നെ മുഖ്യമന്ത്രി വന്നത് ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താ പറയുക, കുറച്ച് ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്ക് തോന്നിയ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഡ്രസ്സ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ പറയുന്ന 2 കാര്യത്തിനോടെ ഉള്ളൂ എനിക്കിത്. പബ്ലിക്കായിട്ട് എന്താ പറയുക, ഇത്രയും വലിയ ക്യാമറയും അതൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ, ഒരു വീഡിയോ വൈറലായാൽ പിന്നെ മില്യൺ കണക്കിന് വ്യൂ ആണ്. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം പറഞ്ഞുള്ളൂ. ഈ ഒരു വീഡിയോയിലെ നിങ്ങൾ പറയുന്ന അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കേൾക്കാനും അത് കാണാനും വേണ്ടിയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് സംഭവമൊന്നുമല്ല. നമ്മുടെ തെസ്നി ഖാനെ എല്ലാവർക്കും അറിയാലോ, നടി. പുള്ളിക്കാരി വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും തോന്നിയ ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. പക്ഷേ ഒരു മുഖ്യമന്ത്രി വരുന്ന സ്റ്റേജിൽ ഒരു നല്ല ഡ്രസ് കോഡുള്ള മാന്യമായ ഡ്രസ്സ് ധരിച്ചായിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു എന്നുള്ള രീതി പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യത്തിൽ നിങ്ങളാ മറുപടി പറയണ്ടേ. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയിലൊക്കെ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയുള്ളൂ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഷോ പോലുള്ള, കാരണം ബിഗ് ബോസ് പോലുള്ള ഷോയിലും പിന്നെ അതുപോലെ തന്നെ വലിയ വേദികളൊക്കെ ക്യാമറ ഒക്കെ ഉള്ളിടത്തൊക്കെ അത്യാവശ്യം സെറ്റായിട്ട് വന്നാൽ നല്ലതായിരിക്കുമെന്നേ ഉള്ളൂ. അല്ലാതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ജനറേഷനാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ ഞാൻ കൂടുതലും നിങ്ങളുടെ ഇത് ചോദിക്കുകയാണ്, നിങ്ങൾ പറയാം എന്ത് ചെയ്യണമെന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇപ്പം ആ വീഡിയോ ഏതാണെന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ആണ്. മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ധരിക്കാൻ പാടുണ്ടോ ഒരു മന്ത്രിയുടെ മുമ്പിൽ കിടന്നിട്ടുള്ള രീതിയിൽ എന്നൊക്കെയാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പം നിങ്ങളിത് കണ്ടല്ലോ. ഓക്കെ, അതൊക്കെ നോർമലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെ. മറ്റേത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ആൾക്കാർ കാണുമ്പോൾ നെഗറ്റീവ് അടിക്കും, ഉറപ്പാണ്. അതങ്ങനെയാണ്. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓരോരുത്തരും ഓരോ ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ അവിടെ നിന്നില്ല ഇവിടെ നിന്നില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എനിക്ക് 2 കാര്യത്തിലുള്ള ഇച്ചിരി അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഷോ പോലുള്ളയും ഞാൻ ഒന്നും കൂടെ പറയാം, ഇതുപോലുള്ള ക്യാമറ ഉള്ള വേദിയിലൊക്കെ അത് കാരണം വെച്ചാൽ ലോകം കാണുമെന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇതൊക്കെ കണ്ടാണ് ആണുങ്ങൾക്ക് വികാരവും വിചാരവും ഒക്കെ തോന്നുന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരു റോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. കുഞ്ഞുങ്ങളോട് പോലും തോന്നുന്ന ചില തെറ്റുകളുണ്ട്. 4 വയസ്സ് 3 വയസ്സുള്ള അവരൊക്കെ എന്ത് കാണിച്ചിട്ടാണ് നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണം. ഓക്കെ, ഇനി രാഹുൽ ഈശ്വർ പറയുന്നത് അതും കൂടെ ഞാനൊന്ന് വെച്ചുതരാം. തെസ്നി ഖാൻ വേഴ്സസ് ഐശ്വര്യ ചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ വേദിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന തെസ്നി ഖാന്റെ കമന്റ് വൈറലാണ്. മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് കൂട്ടി. ഇത് ഐശ്വര്യ ചന്ദ്രൻ പുതിയൊരു സിനിമയിലെ നായികയാണ്. നല്ല ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ഇൻഫ്ലുവൻസർ ആണ്. തെസ്നി ഖാൻ നമുക്ക് ഏറെ പ്രിയപ്പെട്ട പല ദശാബ്ദങ്ങളായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരിയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ടുപേരും ഉയർത്തുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത് തെസ്നി ഖാൻ ഇങ്ങനെ പറയുമ്പോഴും ഐശ്വര്യ ചന്ദ്രന്റെ ഡ്രസ്സിംഗ് ഈ പാറ്റേണിലാവുമ്പോഴും രണ്ടുപേരെയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. ഒന്നെങ്കിൽ തെസ്നി ഖാന് തന്തവൈബാണ്, തള്ളവൈബാണ്, അവർക്ക് ഗതകാലത്തിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കുകയും
നിർത്തുകയും മാറ്റി നിർത്തുകയും അവരുടെ വാദഗതികൾ പരിശോധിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ മറുഭാഗത്ത് ഐശ്വര്യ ചന്ദ്രൻ അടക്കമുള്ളവർ അവളുടെയൊക്കെ ഡ്രസ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ കമന്റ് ചെയ്യും. അങ്ങനെയല്ല, ഇതൊരു ജെനുവിൻ ഡിബേറ്റാണ്, ഒരു ജെനുവിൻ സംവാദമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ സമൂഹം കൂടുതൽ ലിബറൽ ആവുന്നതോടുകൂടി, കൂടുതൽ മോഡേൺ ഇൻ കോട്സ് ആവുന്നതോടുകൂടി ഈ ഡിബേറ്റ്സ് കൂടുതൽ വരും. അതായത് ഈ ഡിബേറ്റിന്റെ ആത്മാംശം നിങ്ങൾക്ക് ആരെയും വേണമെങ്കിൽ പിന്തുണയ്ക്കാം. ബഹുമാന പുരസ്സരം രണ്ടുപേരെയും, ഒന്നെങ്കിൽ തസ്നി ഖാനെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ഐശ്വര്യ ചന്ദ്രനെ പിന്തുണയ്ക്കാം. അത് തന്നെ പറയട്ടെ, ഐശ്വര്യ ചന്ദ്രൻ വളരെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന ഒരു ഹൈ എൻഡ് ലൈഫ് സ്റ്റൈൽ അടക്കം അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ 1-2 കണ്ടന്റ് ഞാൻ നോക്കുന്നുണ്ടായി, വളരെ നല്ലതാണ്. അവർ ഈ ഫോട്ടോ പങ്കുവെച്ചായിട്ട് ഞാൻ കണ്ടില്ല, ഒരുപക്ഷെ വിവാദങ്ങൾ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി വന്നപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു വിവാദം വേണ്ട എന്ന് വിചാരിച്ചായിരിക്കും. അത് അവരുടെ മാന്യത. തസ്നി ഖാനും അതേപോലെ വളരെ ജെനുവിൻലി കമന്റ് ചെയ്തതാണ്. അപ്പൊ ഇവരെ ബഹുമാനിച്ചുകൊണ്ട് രണ്ടുപേരും ഉയർത്തുന്ന വാദഗതികൾ പരിശോധിക്കും. അതായത് ഈ പാറ്റേൺ ഡ്രസ്സാണ്, ഈ ഒരു ഡ്രസ്സാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ റിവീൽ ചെയ്യുന്ന ഡ്രസ്സാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആരോപണം, അല്ലെങ്കിൽ തസ്നി ഖാന്റെ വാദത്തിന്റെ മുൾമുന എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ആധുനിക തലമുറയിലെ പെൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അൺമൈൻഡ്ഫുൾ ആണ്. അത് അൺമൈൻഡ്ഫുൾ ആകണോ വേണ്ടയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഡിബേറ്റ്. അതായത് കുറച്ചുകൂടെ മോഡേൺ ആയ, റിവീലിംഗ് ആയ, നെക്ക് ലൈൻ വളരെ താഴ്ന്ന ഡ്രസ്സുകൾ ഇടുന്നത് ഇന്ന് വളരെ ഒരു പാറ്റേൺ ആണ്. തസ്നി ഖാൻ റേസ് ചെയ്യുന്ന ആർഗ്യുമെന്റ് അത് മുഖ്യമന്ത്രിയെ പോലുള്ളതാണ്. അതായത് കുറച്ചുകൂടെ ഫോർമൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ സീനിയേഴ്സ് ആയ മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാർ വരുന്ന ഒരു വേദിയിൽ ചെയ്യാവും. ഇതൊന്ന് ഇടിമണിക്കൽ എന്ന് പറഞ്ഞ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനാണ് ഈ ഡ്രസ്സ് അവർ ധരിച്ചത്. അപ്പോൾ അത് ജുവലേഴ്സിന്റെ ഡ്രസ് അല്ലേ, അല്ലെങ്കിൽ ഒരു ജുവലറി പോലെ ഫാഷനബിൾ ആയ ഒരു സ്ഥലമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ധരിച്ചൂടെ, അവിടെ മുഖ്യമന്ത്രി വന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ ആണോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളും. അവിടെയാണ് ഇതൊരു ജെനുവിൻ ഡിബേറ്റ് ആകുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു എന്റെ ഒരു ടേക്കും കൂടുതൽ പറയാം. അതായത് 2 കാര്യങ്ങളാണ്. പെൺകുട്ടികൾക്ക് എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്, ആൺകുട്ടികൾക്കും എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ സാഹചര്യവും കോണ്ടെക്ച്വലും ആണെങ്കിൽ നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അതായത് മുമ്പ് ഞാൻ വളരെ ആദരവോട് തന്നെ ഹണി റോസിനെ അല്ലെങ്കിൽ അമല പോളിനെ ഒരു കോളേജിലെ പരിപാടിക്ക് പോകുന്നതിലെ ഡ്രസ്സിലെ വിമർശിച്ചതിന്റെ ഒക്കെ ഒരു കോറെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ, ഫ്രണ്ട്സിനോടൊത്തുള്ള പാർട്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു DJ പാർട്ടിക്ക് പോകുമ്പോൾ, നൈറ്റ് ക്ലബിൽ പോകുമ്പോൾ, ഒരു ആഘോഷത്തിന് പോകുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ പോലെയാണോ ഒരു പൊതുപരിപാടിയിൽ പോകുന്ന വസ്ത്രങ്ങൾ? ഇതാണ് അതിലെ ഒരു കോർ ക്വസ്റ്റ്യൻ. അതൊരു സദാചാര ആംഗിളിനേക്കാൾ, അമ്മാവൻ വൈബിനേക്കാൾ കുറെ കൂടെ പ്രൊപ്രൈറ്റി, അല്ലെങ്കിൽ കുറെ കൂടെ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളാണ്. ആ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം വേണമെന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണം, ഒരു പയ്യൻ, ഒരു ബോയ് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന വളരെ റിവീലിംഗ് ആയ ഒരു ഷർട്ടും സ്ലീവ്ലെസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു ആണിട്ടുകൊണ്ട് വരികയാണെങ്കിൽ അതിനൊന്നെങ്കിൽ വിമർശനമോ അതിനൊന്നല്ലെങ്കിൽ കളിയാക്കലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിച്ചാലും അതിന് ആശയപരമായി, വ്യക്തിപരമായിട്ടല്ല, ആശയപരമായി വിമർശിച്ചൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ മാറുന്ന അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം, മാറുന്ന താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. പക്ഷെ ഞാൻ കൂടുതൽ ലീനിങ് തസ്നി ഖാന്റെ പോയിന്റിനോടാണ്. കാര്യം സാമൂഹിക പരിപാടികളിൽ പോകുമ്പോൾ ഒരുപാട് റിവീലിംഗ് ആയ, അല്ലെങ്കിൽ ഒരുപാട് സമൂഹത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ നല്ലത് കുറെ കൂടെ ക്ലാസി ആൻഡ് എലിഗന്റ് വസ്ത്രങ്ങളാണ്. നേരെ തിരിച്ച് ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, പർദ്ദ ഇട്ടുകൊണ്ട് ആരും നൈറ്റ് ക്ലബിൽ പോകണമെന്ന് പറയുന്നില്ല. ഓക്കെ, ഇതന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ വെച്ച് തന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായം കൂടാണ്. പക്ഷേ കൂടുതലായിട്ടും നിങ്ങൾ വീട്ടമ്മമാരും ഒക്കെ ആണല്ലോ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു വെച്ചാൽ നിങ്ങളത് കറക്റ്റായിട്ട് പറയാം. ഓക്കെ, എന്ന് വെച്ചാൽ തെസ്സിയെ കുറ്റം പറയുമോ ഒന്നുമല്ല, ഐശ്വര്യയും മോശക്കാരിയാക്കോ ഒന്നുമല്ല. രണ്ടുപേരും ഭാവം ചിന്തിച്ച് നോക്കുവാണെങ്കിൽ രണ്ടും ശരിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, ബൈ, ലവ് യു ഓൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.